ഒന്നാമത്തെ ചോദ്യം, കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട എത്ര രാജാക്കന്മാർ തൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നുവെന്നാണ് അദോണി ബെസേക്ക് പറഞ്ഞത്? ഓപ്ഷൻസ് 80, 70, 33. കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട എത്ര രാജാക്കന്മാർ തൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നുവെന്നാണ് അദോണി ബെസേക്ക് പറഞ്ഞത്? ഓപ്ഷൻസ് 80, 70, 33. ഓപ്ഷൻസ് 80, 70, 33. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എഴുതുന്നത് പേപ്പറിൽ ഒന്നെന്ന് എഴുതുക, ഹൈഫനോ അല്ലെങ്കിൽ കോമ ഇടുക. അതിനുശേഷം ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ളത് ഏതാണോ അത് ഒരെണ്ണം അതിലെഴുതി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യം 2, ആര് പറഞ്ഞിരുന്നത് പോലെ ഹെബ്രോൺ കാലേബിന് കൊടുത്തു? ഓപ്ഷൻസ് ഏഹൂദ്, മോശ, ജോഷുവ. രണ്ടാമത്തെ ചോദ്യം, ആര് പറഞ്ഞിരുന്നത് പോലെ ഹെബ്രോൺ കാലേബിന് കൊടുത്തു? ഓപ്ഷൻസ് ഏഹൂദ്, മോശ, ജോഷുവ. മൂന്നാമത്തെ ചോദ്യം, ജനം ദൈവത്തോട് അവിശ്വസ്തമായി വർത്തിച്ചപ്പോൾ ഡാഷ് പ്രബലപ്പെട്ടു? ഓപ്ഷൻസ് ദൈവകോപം, ശത്രു, ശാപം. ജനം ദൈവത്തോട് അവിശ്വസ്തമായി വർത്തിച്ചപ്പോൾ ഡാഷ് പ്രബലപ്പെട്ടു. ആമുഖമാകുന്ന ചോദ്യമാണ്. ഉത്തരം ദൈവകോപം, ശത്രു, ശാപം. ഇതിലൊരെണ്ണം ശരിയാണ്, അത് എഴുതുക, കൃത്യമായിട്ട് എഴുതുക. ചോദ്യം 4, കുഷാൻ റിഷത്തായിമിനെ ഇസ്രായേൽ എത്ര വർഷം സേവിച്ചു? കുഷാൻ റിഷത്തായിമിനെ ഇസ്രായേൽ എത്ര വർഷം സേവിച്ചു? ഓപ്ഷൻസ് 18 വർഷം, 8 വർഷം, 3 വർഷം. ചോദ്യം 5, ഇസ്രായേൽ ജനം എഗ്ലോൺ രാജാവിനെ എത്ര വർഷം സേവിച്ചു? അഞ്ചാമത്തെ ചോദ്യം, ഇസ്രായേൽ ജനം എഗ്ലോൺ രാജാവിനെ എത്ര വർഷം സേവിച്ചു? ഓപ്ഷൻസ് 8, 18, 11. 8 വർഷം, 18 വർഷം, 11 വർഷം. ചോദ്യം 6, ഷങ്കാർ കൊന്നത് ആരെയെന്നാണ് 3:31 പറയുന്നത്? ഷങ്കാർ കൊന്നത് ആരെയെന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 3:31 പറയുന്നത്? ഓപ്ഷൻസ് 60 ഫിലിസ്തീനെ, 600 ഫിലിസ്തീനെ, 100 ഫിലിസ്തീനെ. ഓപ്ഷൻസ് 60 ഫിലിസ്തീനെ, 600 ഫിലിസ്തീനെ, 100 ഫിലിസ്തീനെ. ചോദ്യം 7, ഏഹൂദിൻ്റെ ന്യായപാലനം എത്ര വർഷമായിരുന്നു? ഏഹൂദിൻ്റെ ന്യായപാലനം എത്ര വർഷമായിരുന്നു? ഓപ്ഷൻസ് 20 വർഷം, 21 വർഷം, 80 വർഷം. 20 വർഷം, 21 വർഷം, 80 വർഷം. ചോദ്യം 8, അവിടുന്ന് അവരെ മെസപ്പൊട്ടോമിയ രാജാവായ കുഷാൻ റിഷത്തായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവനെ അവർ ഡാഷ് വർഷം സേവിച്ചു? അവിടുന്ന് അവരെ മെസപ്പൊട്ടോമിയ രാജാവായ കുഷാൻ റിഷത്തായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവനെ അവർ ഡാഷ് വർഷം സേവിച്ചു? ഓപ്ഷൻസ് 6 വർഷം, 7 വർഷം, 8 വർഷം. 6 വർഷം, 7 വർഷം, 8 വർഷം. ചോദ്യം 9, ഡാഷ് ഒരു മുഴ നീളമുള്ള ഇരുവായ്ത്തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ചു. ഡാഷ് ഒരു മുഴ നീളമുള്ള ഇരുവായ്ത്തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ചു? ഓപ്ഷൻസ് ജായിർ, ഏഹൂദ്, ഏലോൺ. ജായിർ, ഏഹൂദ്, ഏലോൺ. ചോദ്യം 10, ധീരന്മാരും കരുത്തുറ്റവരുമായ ഡാഷ് മൊബാബിരെ അന്ന് അവർ കൊന്നു, ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല? ഓപ്ഷൻസ് 3000-ഓളം, 4000-ഓളം, 10,000-ഓളം. 10ാമത്തെ ചോദ്യം, ധീരന്മാരും കരുത്തുറ്റവരുമായ ഡാഷ് മൊബാബിരെ അന്നവർ കൊന്നു, ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല? ഓപ്ഷൻസ് 3000-ഓളം, 4000-ഓളം, 10,000-ഓളം. ചോദ്യം പറയുന്നത്, അങ്ങനെ മൊബാബ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി ഡാഷ് വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു. അങ്ങനെ മൊബാബ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി ഡാഷ് വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു? ഓപ്ഷൻസ് 80, 21, 20. 80, 21, 20. ചോദ്യം 12, ദബോറ എന്ന് എത്ര പ്രാവശ്യം ദബോറയുടെ കീർത്തനത്തിൽ ആവർത്തിക്കുന്നുണ്ട്? ദബോറ എന്ന് എത്ര പ്രാവശ്യം ദബോറയുടെ കീർത്തനത്തിൽ ആവർത്തിക്കുന്നുണ്ട്? ചോദ്യം 6, ഓപ്ഷൻസ് 6, 9, 4. 6, 9, 4. ദബോറ എന്ന് എത്ര പ്രാവശ്യം ദബോറയുടെ കീർത്തനത്തിൽ ആവർത്തിക്കുന്നുണ്ട്? 6, 9, 4. ചോദ്യം 13,
ഡാഷ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല, എൻ്റെ മകനും ഭരിക്കുകയില്ല, പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും. ചോദ്യം 13. ഡാഷ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല, എൻ്റെ മകനും ഭരിക്കില്ല, പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും. ഓപ്ഷൻസ് ദാൻ, ഗിദെയോൻ, ബാറക്ക്. ദാൻ, ഗിദെയോൻ, ബാറക്ക്. ചോദ്യം 14. ചോദ്യം 14. ദബോറ ബാറക്ക് ന്യായപാലനം എത്ര വർഷമായിരുന്നു? ദബോറ ബാറക്ക് ന്യായപാലനം എത്ര വർഷമായിരുന്നു? 40, 41, 21. 40 വർഷം, 41 വർഷം, 21 വർഷം. ചോദ്യം 15. സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ച ജനമാണ് ഡാഷ്. യുദ്ധക്കളത്തിൽ നഫ്താലി മരണം വരിച്ചു. 15-ാമത്തെ ചോദ്യം. സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ച ജനമാണ് ഡാഷ്. യുദ്ധക്കളത്തിൽ നഫ്താലി മരണം വരിച്ചു. ഓപ്ഷൻസ് ജായിർ, ജഫ്ത, സെബുലൂൺ. ജായിർ, ജഫ്ത, സെബുലൂൺ. ചോദ്യം 16. കേന്യനായ ഹേബേറിൻ്റെ ഭാര്യ ഡാഷ് ആകട്ടെ കൂടാരവാസികളിൽ ഏറ്റവും ധന്യ. 16-ാമത്തെ ചോദ്യം. കേന്യനായ ഹേബേറിൻ്റെ ഭാര്യ ഡാഷ് ആകട്ടെ കൂടാരവാസികളിൽ ഏറ്റവും ധന്യ. ഓപ്ഷൻസ് ഷങ്കാർ, ജായേൽ, ദബോറ. ഷങ്കാർ, ജായേൽ, ദബോറ. ചോദ്യം 17. കർത്താവെ, നിൻ്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു, എന്നാൽ നിൻ്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ ആകട്ടെ. തുടർന്ന് ഡാഷ് രാജ്യത്ത് നിലനിന്നു. കർത്താവെ, നിൻ്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു, എന്നാൽ നിൻ്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ ആകട്ടെ. തുടർന്ന് ഡാഷ് രാജ്യത്ത് ശാന്തി നിലനിന്നു. ഡാഷ് വർഷത്തേക്കാണ് കേട്ടോ. ഓപ്ഷൻസ് 40, 60, 400. 40, 60, 400. ഈ ചോദ്യത്തിനകത്ത് ഡാഷ് കഴിഞ്ഞിട്ട് ഡാഷ് വർഷത്തേക്കെന്നുള്ളൊരു വാക്ക് മിസ്സാണ്. അത് കൂട്ടി വായിക്കാം. 40, 60, 400. ചോദ്യം 18. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ ഡാഷ് വർഷത്തേക്ക് മിദിയാൻകാരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഓപ്ഷൻസ് 7, 8, 9. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ ഡാഷ് വർഷത്തേക്ക് മിദിയാൻകാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. 7, 8, 9. ചോദ്യം 19. മിദിയാൻ പാളയത്തിൻ്റെ അതിർത്തിയിലെത്തി കാഹളം മുഴക്കിയ ഗിദെയോൻ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഓപ്ഷൻസ് 120, 110, 100. മിദിയാൻ പാളയത്തിൻ്റെ അതിർത്തിയിലെത്തി കാഹളം മുഴക്കിയ ഗിദെയോൻ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഓപ്ഷൻസ് 120, 110, 100. ചോദ്യം 20. മിദിയാൻ്റെ താവളം ഡാഷ് മോറിയ കുന്നിൻ്റെ താഴ്വരയിലായിരുന്നു. ഓപ്ഷൻസ് വടക്ക്, തെക്ക്, പടിഞ്ഞാറ്. മിദിയാൻകാരുടെ താവളം ഡാഷ് മോറിയ കുന്നിൻ്റെ താഴ്വരയിലായിരുന്നു. ഓപ്ഷൻസ് വടക്ക്, തെക്ക്, പടിഞ്ഞാറ്. ചോദ്യം 21. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, വെള്ളം നക്കി കുടിച്ച് ഡാഷ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, വെള്ളം നക്കി കുടിച്ച ഡാഷ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. ഓപ്ഷൻസ് 30, 300, 3000. 30, 300, 3000. ചോദ്യം 22. സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഡാഷ് ദൈവത്തെ വണങ്ങി. ഓപ്ഷൻസ് ജഫ്ത, ഗിദെയോൻ, ഏഹൂദ്. സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഡാഷ് ദൈവത്തെ വണങ്ങി. ഓപ്ഷൻസ് ജഫ്ത, ഗിദെയോൻ, ഏഹൂദ്. ചോദ്യം 23. മധ്യയാമാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗിദെയോനും കൂടെയുള്ള ഡാഷ് പാളയത്തിൻ്റെ അതിർത്തിയിലെത്തി. മധ്യയാമാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗിദെയോനും കൂടെയുള്ള ഡാഷ് പാളയത്തിൻ്റെ അതിർത്തിയിലെത്തി. ഓപ്ഷൻസ് 4 ആളും 3 100 പേരും. 4 ആളും 3 100 പേരും. 24-ാമത്തെ ചോദ്യം. ഗിദെയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം എത്ര? ഗിദെയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം എത്ര? ഓപ്ഷൻസ് 900 ഷെക്കൽ, 1700 ഷെക്കൽ, 700 ഷെക്കൽ.
ഗിദെയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം. 25-ാമത്തെ ചോദ്യം, യുദ്ധം ചെയ്തപ്പോൾ കൊല്ലപ്പെട്ട പൗരസ്ത്യദേശ സൈനികർ എത്ര പേരായിരുന്നു? ഓപ്ഷൻസ്: 1,20,000 പേർ, 1,10,000 പേർ, 1,03,000 പേർ. യുദ്ധം ചെയ്തപ്പോൾ കൊല്ലപ്പെട്ട പൗരസ്ത്യദേശ സൈനികർ എത്ര പേരായിരുന്നു? ഓപ്ഷൻസ്: 1,20,000 പേര്, 1,10,000 പേര്, 1,03,000 പേര്. ശരിയായിട്ടുള്ള ഓപ്ഷൻസ് 25ൻ്റെ നേരെ എഴുതുക. 26-ാമത്തെ ചോദ്യം, അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽ ദേവന്മാരെയും ഡാഷ് ദേവതകളെയും സേവിച്ചു. ഓപ്ഷൻസ്: അർസ്താർത്തെ, അർസ്താനിലെ, അർസ്താത്തേമിലെ. 3 ഓപ്ഷൻസിൽ തെറ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ച് മാറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ശരിയാണ്, അത് ശരിയായിട്ടുള്ളത് എഴുതുക. അത് കൃത്യമായിട്ട് എഴുതുക. സമയം തരാം. ചോദ്യം വായിക്കാം. 26-ാമത്തെ ചോദ്യം, അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽ ദേവന്മാരെയും ഡാഷ് ദേവതകളെയും സേവിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 2:13 ഈ വാക്യം കാണുന്നത്. അതിൻ്റെ ഓപ്ഷൻസ്: അർസ്താത്തെ, അർസ്താനിലെ, അർസ്താത്തേമിലെ. ഈ 3 ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ, അത് കൃത്യമായിട്ട് എഴുതുക. 27, ഗിദെയോൻ അവ കൊണ്ട് ഡാഷ് ഏഫോദ് നിർമ്മിച്ച തൻ്റെ പട്ടണമായ ഓഫ്രയിൽ സ്ഥാപിച്ചു. 27-ാമത്തെ ചോദ്യം, ഗിദെയോൻ അവ കൊണ്ട് ഡാഷ് ഏഫോദ് നിർമ്മിച്ച തൻ്റെ പട്ടണമായ ഓഫ്രയിൽ സ്ഥാപിച്ചു. ഗിദെയോൻ അവ കൊണ്ട് ഡാഷ് ഏഫോദ് നിർമ്മിച്ച് തൻ്റെ പട്ടണമായ ഓഫ്രയിൽ സ്ഥാപിച്ചു. ഓപ്ഷൻസ്: 2, 3, 1. 2, 3, 1. ചോദ്യം 28, സേബായെയും സൽമുന്നായെയും വധിച്ചതാരാണ്? സേബായെയും സൽമുന്നായെയും വധിച്ചതാരാണ്? ഓപ്ഷൻസ്: ബാറക്ക്, ഗിദെയോൻ, ദബോറ. ബാറക്ക്, ഗിദെയോൻ, ദബോറ. ചോദ്യം 29, അബിമേലെക്കിൻ്റെ അമ്മയുടെ ദേശം ഏതാണ്? ഓപ്ഷൻസ്: ഫിലിസ്തീയ, ഷെക്കേം, ജായിർ. അബിമേലെക്കിൻ്റെ അമ്മയുടെ ദേശം ഏതാണ്? ഫിലിസ്തീയ, ഷെക്കേം, ജായിർ. ഫിലിസ്തീയ, ഷെക്കേം, ജായിർ. ചോദ്യം 30, അബിമേലെക്ക് 3 വർഷം ഭരിച്ചത് എവിടെയാണ്? ഓപ്ഷൻസ്: ഫിലിസ്തീയ, മൊബാബ്, ഇസ്രായേൽ. അബിമേലെക്ക് 3 വർഷം ഭരിച്ചത് എവിടെ? ഓപ്ഷൻസ്: ഫിലിസ്തീയ, മൊബാബ്, ഇസ്രായേൽ. ചോദ്യം 31, ജെറുബ്ബാലിൻ്റെ എത്ര മക്കളോടാണ് അബിമേലെക്ക് അതിക്രമം കാണിച്ചത്? ഓപ്ഷൻസ്: 70, 80, 90. ജെറുബ്ബാലിൻ്റെ എത്ര മക്കളോടാണ് അബിമേലെക്ക് അതിക്രമം കാണിച്ചത്? ഓപ്ഷൻസ്: 70, 80, 90. ചോദ്യം 32, ഇടിച്ചു നിരത്തി ഉപ്പ് വിതറിയ പട്ടണം ഏതാണ്? ഷെക്കേം, ഇസ്രായേൽ, മൊബാബ്. ഇടിച്ചു നിരത്തി ഉപ്പ് വിതറിയ പട്ടണം ഏതാണ്? ഓപ്ഷൻസ്: ഷെക്കേം, ഇസ്രായേൽ, മൊബാബ്. ചോദ്യം 33, രാത്രി എത്ര ഗണമായി അബിമേലെക്ക് സൈന്യത്തെ പതിയിരുത്തി? 33-ാമത്തെ ചോദ്യം, രാത്രി എത്ര ഗണമായി അബിമേലെക്ക് സൈന്യത്തെ പതിയിരുത്തി? ഓപ്ഷൻസ്: 3, 2, 4. ഓപ്ഷൻസ്: 3, 2, 4. ചോദ്യം 34, പിറ്റേ ദിവസം അബിമേലെക്ക് സൈന്യത്തെ വയലിൽ പതിയിരുത്തിയത് എത്ര ഗണമായിട്ടാണ്? ഓപ്ഷൻസ്: 6, 4, 3. പിറ്റേ ദിവസം അബിമേലെക്ക് സൈന്യത്തെ വയലിൽ പതിയിരുത്തിയത് എത്ര ഗണമായിട്ടാണ്? 6 ഗണമായി, 4 ഗണമായി, 3 ഗണമായി. ചോദ്യം 35, ഗിദെയോന് ഡാഷ് ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ 70 പുത്രന്മാർ ജനിച്ചു. ഓപ്ഷൻസ്: 7, 6, 5. ഗിദെയോന് ഡാഷ് ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ 70 പുത്രന്മാർ ജനിച്ചു. ഓപ്ഷൻസ്: 7, 6, അനേകം. ചോദ്യം 36, ഇസ്രായേലിനെതിരെ അമ്മോന്യരുടെ താവളം എവിടെയായിരുന്നു? ഉത്തരം: ജായിറിൽ, ഗിലെയാദിൽ, മൊബാബിൽ. ഇസ്രായേലിനെതിരെ അമ്മോന്യരുടെ താവളം എവിടെയായിരുന്നു? ഓപ്ഷൻസ്: ജായിറിൽ, ഗിലെയാദിൽ, മൊബാബിൽ. ചോദ്യം 37, ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. അവൻ്റെ ഡാഷ് പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ച് നിങ്ങൾ വധിച്ചു. ഓപ്ഷൻസ്: 7, 70, 79, 40. 70, 79, 40.
ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. അവൻ്റെ ഡാഷ് പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ച് നിങ്ങൾ വധിച്ചു. ഓപ്ഷൻസ് 70, 79, 40. ചോദ്യം 38. തോലായുടെ പാലനം എത്ര കാലമായിരുന്നു? തോലയുടെ ന്യായപാലനം എത്ര വർഷമായിരുന്നു? ഓപ്ഷൻസ് 23, 24, 25. തോലയുടെ ന്യായപാലനം എത്ര കാലമായിരുന്നു? 23 വർഷം, 24 വർഷം, 25 വർഷം. ചോദ്യം 39. അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയി. അബിമേലെക്ക് അതറിഞ്ഞു. അവൻ സേനയെ ഡാഷ് ഗണമായി തിരിച്ച് വയലിൽ പതിയിരുത്തി. ഈ ചോദ്യം വേറെ രീതിയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, എന്നാലും ഉത്തരം എഴുതുക. അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയി. അബിമേലെക്ക് അതറിഞ്ഞു. അവൻ സേനയെ ഡാഷ് ഗണമായി തിരിച്ച് വയലിൽ പതിയിരുത്തി. ഓപ്ഷൻസ് 3, 4, 5. 40ാമത്തെ ചോദ്യം. ജോർദാൻ അക്കരെ ഗിലെയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലിലെ മുഴുവൻ ഡാഷ് വർഷം അവർ പീഡിപ്പിച്ചു. 18, 21, 40. ജോർദാൻ അക്കരെ ഗിലെയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലിലെ മുഴുവൻ ഡാഷ് വർഷം അവർ പീഡിപ്പിച്ചു. 18, 21, 40. ചോദ്യം 41. ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ ഡാഷ്. ഓപ്ഷൻസ്: കള്ളനാണ്, പാപിയാണ്, കൊലപാതകിയാണ്. ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ ഡാഷ് ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ ഡാഷ്. പാപിയാണ്, കള്ളനാണ്, കൊലപാതകിയാണ്. ചോദ്യം 42. ഡാഷ് പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? ഓപ്ഷൻസ്: കുറവുകളെ, പാപങ്ങളെ, കുറ്റങ്ങളെ. ഡാഷ് പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? കുറവുകളെ, പാപങ്ങളെ, കുറ്റങ്ങളെ. ചോദ്യം 43. ദൈവഭക്തൻ്റെ ജീവൻ നിലനിൽക്കും. അവൻ്റെ ഡാഷ് അവൻ്റെ രക്ഷകനിലാണ്. ഓപ്ഷൻസ്: പ്രത്യാശ, ആശ്വാസം, പ്രതീക്ഷ. ദൈവഭക്തൻ്റെ ജീവൻ നിലനിൽക്കും. അവൻ്റെ ഡാഷ് അവൻ്റെ രക്ഷകനിലാണ്. പ്രത്യാശ, ആശ്വാസം, പ്രതീക്ഷ. ചോദ്യം 44. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും ഡാഷ് അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്. ഓപ്ഷൻസ്: പാപത്തെ, കാറ്റിനെ, പാപിയെ. പാപത്തെ, കാറ്റിനെ, പാപിയെ. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും ഡാഷ് അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്. പാപത്തെ, കാറ്റിനെ, പാപി. ചോദ്യം 45. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്ന ഡാഷ് ബലിക്ക് തുല്യമാണ്. ഹോമബലിക്ക്, കൃതജ്ഞതാ ബലിക്ക്, ധാന്യബലിക്ക്. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഡാഷ് ബലിക്ക് തുല്യമാണ്. ഹോമബലിക്ക്, കൃതജ്ഞതാ ബലിക്ക്, ധാന്യബലിക്ക്. ചോദ്യം 46. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. ഡാഷത്തോടെ ദശാംശം കൊടുക്കുക. ഓപ്ഷൻസ്: സന്തോഷത്തോടെ, ആവേശത്തോടെ, സ്നേഹത്തോടെ. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. ഡാഷത്തോടെ ദശാംശം കൊടുക്കുക. സന്തോഷത്തോടെ, ആവേശത്തോടെ, സ്നേഹത്തോടെ. ചോദ്യം 47. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഡാഷ് ഇരട്ടിയായി തിരികെ നൽകും. ഓപ്ഷൻസ്: 3, 7, 2. 3, 7, 2. ചോദ്യം 48. വരൾച്ചയുടെ നാളുകളിൽ ഡാഷ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. ഓപ്ഷൻസ്: മഴ, നീരുറവ, മഴക്കാർ. വരൾച്ചയുടെ നാളുകളിൽ ഡാഷ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. മഴ, നീരുറവ, മഴക്കാർ. 49. കുടിലബുദ്ധി ഡാഷ് വിതയ്ക്കുന്നു. അനുഭവസമ്പന്നൻ അതിന് പകരം വീട്ടും. ഓപ്ഷൻസ്: ദുഃഖം, ശാപം, നാശം. കുടിലബുദ്ധി ഡാഷ് വിതയ്ക്കുന്നു. അനുഭവസമ്പന്നൻ അതിന് പകരം വീട്ടും. ദുഃഖം, ശാപം, നാശം. ചോദ്യം 50. സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു. മറ്റെല്ലാ ഡാഷ് ഉപരിയാണ് അത്. ഓപ്ഷൻസ്: സൗന്ദര്യങ്ങൾക്കും, സ്വപ്നങ്ങൾക്കും, ആഗ്രഹങ്ങൾക്കും. സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു. മറ്റെല്ലാ ഡാഷ് ഉപരിയാണ് അത്. സൗന്ദര്യങ്ങൾക്കും, സ്വപ്നങ്ങൾക്കും, ആഗ്രഹങ്ങൾക്കും. ചോദ്യം 51. ഡാഷ് ഇല്ലാത്തവൻ നെടുവീർപ്പെട്ടുകൊണ്ട് അലഞ്ഞു നടക്കും. ഓപ്ഷൻസ്: ധനം, ഭാര്യ, ചിന്ത. 51ാമത്തെ ഉത്തരം ഡാഷ്
ഇല്ലാത്തവൻ നെടുവീർപ്പെട്ടുകൊണ്ട് അലഞ്ഞു നടക്കും. ഓപ്ഷൻസ് ധനം, ഭാര്യ, ചിന്ത. 52-ാമത്തെ ചോദ്യം, ചില സ്നേഹിതന്മാർ കൂട്ടുകാരൻ ഡാഷ് ആനന്ദിക്കുന്നു, എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും. ഓപ്ഷൻസ് വിജയത്തിൽ, സന്തോഷത്തിൽ, വളർച്ചയിൽ. ചില സ്നേഹിതന്മാർ കൂട്ടുകാരൻ്റെ ഡാഷ് ആനന്ദിക്കുന്നു, എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും. വിജയത്തിൽ, സന്തോഷത്തിൽ, വളർച്ചയിൽ. ചില സ്നേഹിതന്മാർ കൂട്ടുകാരൻ്റെ ഡാഷ് ആനന്ദിക്കുന്നു, എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും. വിജയത്തിൽ, സന്തോഷത്തിൽ, വളർച്ചയിൽ. ചോദ്യം 53, ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ്, എങ്കിലും ഡാഷ് വരുമ്പോൾ അവർ അവനു വേണ്ടി പരിചയമായി നിലനിൽക്കും. ഓപ്ഷൻസ് യുദ്ധം, ആപത്ത്, ആവശ്യം. ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ്, എങ്കിലും ഡാഷ് വരുമ്പോൾ അവർ അവന് വേണ്ടി പരിചയമായി നിൽക്കും. ഓപ്ഷൻസ് യുദ്ധം, ആപത്ത്, ആവശ്യം. ചോദ്യം 54, ഡാഷ് സൂക്ഷിച്ചു കൊള്ളുക, ആദ്യം അവൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം, അവൻ നിന്നെ ചതിച്ചെന്ന് വരാം. ഓപ്ഷൻസ് സ്നേഹിതനെ, ഉപദേശകനെ, കൂട്ടുകാരനെ. 54-ാമത്തെ ചോദ്യം, ഡാഷ് സൂക്ഷിച്ചു കൊള്ളുക, ആദ്യം അവൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം, അവൻ നിന്നെ ചതിച്ചെന്ന് വരാം. ഓപ്ഷൻസ് സ്നേഹിതനെ, ഉപദേശകനെ, കൂട്ടുകാരനെ. ചോദ്യം 55, സ്ത്രീയോട് അവളുടെ പ്രതിധ്വനിയെപ്പറ്റിയോ ഭീരുവിനോട് യുദ്ധത്തെപ്പറ്റിയോ വ്യാപാരിയുടെ വിലയെപ്പറ്റിയോ വാങ്ങുന്നവനോട് വിൽപ്പനയെപ്പറ്റിയോ വിദ്വേഷിയോട് ഡാഷിനെ പറ്റിയോ ക്രൂരനോട് കരുണയെപ്പറ്റിയോ അലസന്റെ അധ്വാനത്തെപ്പറ്റിയോ ഒരു വർഷത്തേക്ക് കൂലി കൊടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെപ്പറ്റിയോ ആലോചന നടത്തരുത്. ഓപ്ഷൻസ് തെറ്റി ഇവിടെ ഡാഷ് ഇട്ടിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പം ചോദ്യത്തിൻ്റെ അവിടെ വരുന്നത് വിദ്വേഷിയോട് ഡാഷ് പറ്റിയോ, അതാണ് ചോദ്യം. സത്യത്തിൽ വലിയൊരു ചോദ്യമാണെന്നുള്ളൂ. ഒരു സെൻറ്റൻസ് കൊടുത്തിട്ട് അതിനുള്ളിൽ ഒരു ഡാഷ് അതാണ് പറയേണ്ടത്. 55-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വിദ്വേഷിയുടെ ഡാഷ് പറ്റിയോ ആലോചന നടത്തരുത്. ഓപ്ഷൻസ് കൂട്ടുകാരനെ നന്ദിയെ നന്മയെ. ചോദ്യം 56, ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനുമെന്ന് ഉറപ്പുള്ളവനും നിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിൻ്റെ പരാജയങ്ങളിൽ സഹതപിക്കുന്നതുമായ ഒരുവനോട് എപ്പോഴും ഡാഷ് നിൽക്കുക. ഓപ്ഷൻസ് ചേർന്ന് നിൽക്കുക, ഒട്ടി നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിൻ്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഡാഷ് നിൽക്കുക. ചേർന്ന് നിൽക്കുക, ഒട്ടി നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക. ചോദ്യം 57, ഗോപുരത്തിന് മുകളിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഡാഷ് പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. 70, 10, 7. 57-ാമത്തെ ചോദ്യം, ഗോപുരത്തിന് മുകളിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഡാഷ് പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. 70, 10, 7. 58-ാമത്തെ ചോദ്യം, എല്ലാ ഉദ്യമവും ആലോചന തുടർച്ചയാണ്, ചിന്ത ഡാഷ് വേരൂന്നിയിരിക്കുന്നു. ഓപ്ഷൻസ് ഹൃദയത്തിൽ, മനസ്സിൽ, ആലോചനയിൽ. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്, ചിന്ത ഡാഷ് വേരൂന്നിയിരിക്കുന്നു. ഓപ്ഷൻസ് ഹൃദയത്തിൽ, മനസ്സിൽ, ആലോചനയിൽ. ചോദ്യം 59, ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും, കാണുന്നവരെല്ലാം അവനെ ഡാഷ് എന്ന് വിളിക്കും. ഓപ്ഷൻസ് നല്ലവൻ, ഭാഗ്യവാൻ, വിശുദ്ധൻ. ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും, കാണുന്നവരെല്ലാം അവനെ ഡാഷ് എന്ന് വിളിക്കും. ഓപ്ഷൻസ് നല്ലവൻ, ഭാഗ്യവാൻ, വിശുദ്ധൻ. ചോദ്യം 60, ആഡംബരത്തിൽ അതിര് കവിഞ്ഞ അഭിനിവേശമരുത്, ഡാഷ് ആർത്തി കാണിക്കരുത്. ഓപ്ഷൻസ് അലസതയിൽ, ഭക്ഷണത്തിൽ, ഭാഷണത്തിൽ. 60-ാമത്തെ ചോദ്യം, ആഡംബരത്തിൽ അതിര് കവിഞ്ഞ അഭിനിവേശമരുത്, ഡാഷ് ആർത്തി കാണിക്കരുത്. അലസതയിൽ, ഭക്ഷണത്തിൽ, ഭാഷണത്തിൽ. ചോദ്യം 61, ഡാഷ് അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്, അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാവും. ഓപ്ഷൻസ് ചിന്ത, അമിത ഭോജനം, അമിത ഭക്ഷണം. ചോദ്യം 62, വൈദ്യനെ ബഹുമാനിക്കുക, നിനക്ക് അവനെ ആവശ്യമുണ്ട്, ഡാഷ് അവനെ നിയോഗിച്ചത്. ഓപ്ഷൻസ് ദൈവമാണ്, കർത്താവാണ്, നീയാണ്. വൈദ്യനെ ബഹുമാനിക്കാൻ നിനക്ക് അവനെ ആവശ്യമുണ്ട്, ഡാഷ് ആണ് അവനെ നിയോഗിച്ചത്. ഓപ്ഷൻസ് ദൈവമാണ്, കർത്താവാണ്, നീയാണ്. ചോദ്യം 63, മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് ഡാഷ് അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഓപ്ഷൻസ് പ്രാർത്ഥിക്കുക, പറയുക, വിലപിക്കുക. മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് ഡാഷ് അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. പ്രാർത്ഥിക്കുക, പറയുക, വിലപിക്കുക. 64-ാമത്തെ ചോദ്യം, ഡാഷ് വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ.
ഓപ്ഷൻസ്: ആലയിൽ ഊതുന്നവൻ, മരിച്ചവൻ, അധ്വാനിക്കുന്നവൻ. ആലയിൽ ഊതുന്നവൻ, മരിച്ചവൻ, അധ്വാനിക്കുന്നവൻ. ഡാഷ് വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. ചോദ്യം 65. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ ഡാഷ് കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. ഓപ്ഷൻസ്: തളിർക്കുവിൻ, പൂവിടുവിൻ, മുട്ടിടുവിൻ. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ ഡാഷ് കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. ഓപ്ഷൻസ്: തളിർക്കുവിൻ, പൂവിടുവിൻ, മുട്ടിടുവിൻ. പക്ഷേ ആരും അവന് കൊടുത്തില്ല, അപ്പോൾ അവന് ഡാഷ് ഉണ്ടായി. ഓപ്ഷൻസ്: ബോധം, സുബോധം, ദേഷ്യം. 66ാമത്തെ ചോദ്യമാണ്. പക്ഷേ ആരും അവന് കൊടുത്തില്ല, അപ്പോൾ അവന് ഡാഷ് ഉണ്ടായി. ഓപ്ഷൻസ്: ബോധം, സുബോധം, ദേഷ്യം. ചോദ്യം 67. യേശു എങ്ങനെയാണ് പിശാചുകളെ പുറത്താക്കുന്നത്? ഓപ്ഷൻസ്: വചനത്താൽ, ദൈവകരം കൊണ്ട്, തുപ്പൽ കൊണ്ട്. 67ാമത്തെ ചോദ്യം. യേശു എങ്ങനെയാണ് പിശാചുകളെ പുറത്താക്കുന്നത്? ഓപ്ഷൻസ്: വചനത്താൽ, ദൈവകരം കൊണ്ട്, തുപ്പൽ കൊണ്ട്. 68ാമത്തെ ചോദ്യം. കലവറയോ കളപ്പുരയോ ഇല്ലാത്തത് ആർക്കാണ്? ഓപ്ഷൻസ്: പറവകൾക്ക്, മനുഷ്യപുത്രന്, കാക്കകൾക്ക്. കലവറയോ കളപ്പുരയോ ഇല്ലാത്തത് ആർക്കാണ്? പറവകൾക്ക്, മനുഷ്യപുത്രന്, കാക്കകൾക്ക്. ചോദ്യം 69. നല്ല സമരിയക്കാരൻ്റെ ഉപമ പറയുന്ന അധ്യായം ഏതാണ്? ലൂക്ക 11, ലൂക്ക 10, ലൂക്ക 15. ചോദ്യം 70. യേശു ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ച സ്ഥലം? കഫർനഹൂം, ബെത്സയിദ, സമരിയ. 70ാമത്തെ ചോദ്യം. യേശു ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ച സ്ഥലം? കഫർനഹൂം, ബെത്സയിദ, സമരിയ. 71ാമത്തെ ചോദ്യം. എത്ര ഉടുപ്പ് ഉണ്ടായിരിക്കരുതെന്നാണ് ഈശോ 12 പേരെ അയച്ചപ്പോൾ പറഞ്ഞത്? ഓപ്ഷൻസ്: 3, 2, 4. 3, 2, 4. ചോദ്യം 72. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, ഡാഷ് നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഓപ്ഷൻസ്: മറിയം, ഈശോ, മർത്ത. 72ാമത്തെ ചോദ്യം. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, ഡാഷ് നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഓപ്ഷൻസ്: മറിയം, ഈശോ, മർത്ത. 73ാമത്തെ ചോദ്യം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ഡാഷ് മുമ്പിലും തള്ളിപ്പറയപ്പെടും. ദൂതന്മാരുടെ, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ, ദൈവത്തിൻ്റെ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ഡാഷ് മുമ്പിലും തള്ളിപ്പറയപ്പെടും. ദൂതന്മാരുടെ, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ, ദൈവത്തിൻ്റെ. ചോദ്യം 74. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ആ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? ഓപ്ഷൻസ്: പുരോഹിതൻ, ലേവായൻ, അവനോട് കരുണ കാണിച്ചവൻ. ചോദ്യം 75. ദൈവത്തെയും ഡാഷ് ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഓപ്ഷൻസ്: ധനത്തെയും, പണത്തെയും, മാമോനെയും. ദൈവത്തെയും ഡാഷിനെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ധനത്തെയും, പണത്തെയും, മാമോനെയും. ചോദ്യം 76. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അധ്യായം ഏതാണ്? ലൂക്ക 10, 11, 13. ലൂക്ക 10 അധ്യായം, 11 അധ്യായം, 13 അധ്യായം. ചോദ്യം 77. പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ ഡാഷ് എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ഓപ്ഷൻസ്: ഹൃദയത്തിൽ, സ്വർഗത്തിൽ, ലോകത്തിൽ. ഹൃദയത്തിൽ, സ്വർഗത്തിൽ, ലോകത്തിൽ. ചോദ്യം 78. വിശുദ്ധ ലൂക്കാ സുവിശേഷൻ ഡാഷ് വിജാതീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു? ഓപ്ഷൻസ്: അന്ത്യോക്യായിൽ, മക്കതോനിയായിൽ, മെസ്സപ്പൊട്ടോമിയായിൽ. ആമുഖഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. 78ാമത്തെ ചോദ്യം. വിശുദ്ധ ലൂക്കാ സുവിശേഷൻ ഡാഷ് വിജാതീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു? ഓപ്ഷൻസ്: അന്ത്യോക്യായിൽ, മക്കതോനിയായിൽ, മെസ്സപ്പൊട്ടോമിയായിൽ. ചോദ്യം 79. ഡാഷ് ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു? ഓപ്ഷൻസ്: കരങ്ങളിൽ, മനസ്സിൽ, എൻ്റെ നാമത്തിൽ. 79ാമത്തെ ചോദ്യം. ഡാഷ് ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു? ഓപ്ഷൻസ്: കരങ്ങളിൽ, മനസ്സിൽ, എൻ്റെ നാമത്തിൽ. ചോദ്യം 80. കർത്താവേ, ഡാഷ് നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഓപ്ഷൻസ്: ആകാശത്ത് നിന്ന്, സ്വർഗത്തിൽ നിന്ന്, മുകളിൽ നിന്ന്. ആകാശത്ത് നിന്ന്, സ്വർഗത്തിൽ നിന്ന്, മുകളിൽ നിന്നും. 81ാമത്തെ ചോദ്യം. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും ഡാഷിന് യോഗ്യനല്ല. ഓപ്ഷൻസ്: ദൈവത്തിന്, ദൈവവേലയ്ക്ക്, സ്വർഗരാജ്യത്തിന്. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും ഡാഷിന് യോഗ്യനല്ല. ഓപ്ഷൻസ്: ദൈവത്തിന്, ദൈവവേലയ്ക്ക്, സ്വർഗരാജ്യത്തിന്. ചോദ്യം 82. ഡാഷ് തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഓപ്ഷൻസ്: സാത്താൻ, പിശാച്, തിന്മ. സാത്താൻ, പിശാച്, തിന്മ.
ചോദ്യം 83. നിന്നിലുള്ള ഡാഷ് ഒരു ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഓപ്ഷൻസ് വെളിച്ചം, പ്രകാശം, വെട്ടം. 83ാമത്തെ ചോദ്യം. നിന്നിലുള്ള ഡാഷ് ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഓപ്ഷൻസ് പ്രകാശം, വെളിച്ചം, വെട്ടം. ചോദ്യം 84. ഭയപ്പെടേണ്ട, നിങ്ങൾ ഡാഷ് വലിയുള്ളവരാണ്. ഓപ്ഷൻസ് കുരുവികളേക്കാൾ, കാക്കകളേക്കാൾ, പക്ഷികളേക്കാൾ. ഭയപ്പെടേണ്ട, നിങ്ങൾ ഡാഷ് വലിയുള്ളവരാണ്. കുരുവികളേക്കാൾ, കാക്കകളേക്കാൾ, പക്ഷികളേക്കാൾ. ചോദ്യം 85. ലൗകികമായ ദുഃഖം ഡാഷിലേക്ക് നയിക്കുന്നു. ഓപ്ഷൻസ് അലസതയിലേക്ക്, നിരാശയിലേക്ക്, മരണത്തിലേക്ക്. ലൗകികമായ ദുഃഖം ഡാഷിലേക്ക് നയിക്കുന്നു. ഓപ്ഷൻസ് അലസതയിലേക്ക്, നിരാശയിലേക്ക്, മരണത്തിലേക്ക്. ചോദ്യം 86. മക്കതോനിയക്കാർ നേരിട്ട തീവ്രമായ പരീക്ഷ എന്താണ്? ഓപ്ഷൻസ് സഹനത്തിൻ്റെ, ചൂടിൻ്റെ, ക്ലേശങ്ങളുടെ. മക്കതോനിയക്കാർ നേരിട്ട തീവ്രമായ പരീക്ഷ എന്താണ്? സഹനത്തിൻ്റെ, ചൂടിൻ്റെ, ക്ലേശങ്ങളുടെ. ചോദ്യം 87. പൗലോസിന് ദൈവികമായ അസൂയ തോന്നിയത് ആരോട്? പത്രോസിനോട്, കൊറിന്തോസുകാരോട്, ജനത്തോട്. പൗലോസിന് ദൈവികമായ അസൂയ തോന്നിയത് ആരോട്? ഓപ്ഷൻസ് പത്രോസിനോട്, കൊറിന്തോസുകാരോട്, ജനത്തോട്. ചോദ്യം 88. അല്പം ഡാഷ് സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ. ഓപ്ഷൻസ് വഴക്ക്, കള്ളം, ഭോഷത്വം. വഴക്ക്, കള്ളം, ഭോഷത്വം. ചോദ്യം 89. പിശാചിന് ദൂതൻ ശരീരത്തിൽ നിന്ന് വിട്ടകലാൻ ശ്ലീഹ എത്ര പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു? ഓപ്ഷൻസ് 6, 3, 7. ചോദ്യം 90. ശ്ലീഹയുടെ ശാരീരിക സാന്നിധ്യം എങ്ങനെയുള്ളതാണ്? ഓപ്ഷൻസ് ശക്തം, ദുർബലം, അശക്തം. ശ്ലീഹയുടെ ശാരീരിക സാന്നിധ്യം എങ്ങനെയുള്ളതാണ്? ശക്തം, ദുർബലം, അശക്തം. ചോദ്യം 91. ഡാഷ് പ്രഹരമേറ്റു പലതവണ മരണവൽക്കരിക്കപ്പെട്ടു, വക്രത്തിൽ അകപ്പെട്ടു. ഡാഷ് പ്രഹരമേറ്റു പലതവണ മരണവക്രത്തിൽ ഏർപ്പെട്ടു. ഓപ്ഷൻസ് 40 തവണ, 3 പ്രാവശ്യം, എണ്ണമറ്റ വിധം. ചോദ്യം 92. ദമാസ്കസിൽ വെച്ച് എന്നെ പിടികൂടുന്നതിന് വേണ്ടി ഡാഷ് രാജാവിൻ്റെ ദേശാധിപതി ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തി. ഓപ്ഷൻസ് അർത്തോസ്, അരേത്താസ്, ആരേമോസ്. 92ാമത്തെ ചോദ്യം. ദമാസ്കസിൽ വെച്ച് എന്നെ പിടികൂടുന്നതിന് വേണ്ടി ഡാഷ് രാജാവിൻ്റെ ദേശാധിപതി ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തി. ഓപ്ഷൻസ് അർത്തോസ്, അരേത്താസ്, ആരേമോസ്. ചോദ്യം 93. തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ചോദ്യം 93. സ്ലീഹ തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുന്ന ആർക്ക് വേണ്ടി? ഓപ്ഷൻസ് കൊറിന്തോസുകാർക്ക് വേണ്ടി, ശിഷ്യർക്ക് വേണ്ടി, കൊറിന്തോസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി. കൊറിന്തോസുകാർക്ക് വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി, കൊറിന്തോസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി. ചോദ്യം 94. നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ഡാഷ് ശക്തനാണ്. മടിയനല്ല, ദുർബലനല്ല, അലസനല്ല. നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ഡാഷ് ശക്തനാണ്. മടിയനല്ല, ദുർബലനല്ല, അലസനല്ല. ചോദ്യം 95. ആരുടെ സത്യമാണ് സ്ലീഹായിലുള്ളത്? ഓപ്ഷൻസ് ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ, ആത്മാവിൻ്റെ. ആരുടെ സത്യമാണ് സ്ലീഹായിലുള്ളത്? ഓപ്ഷൻസ് ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ, ആത്മാവിൻ്റെ. 96ാമത്തെ ചോദ്യം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ. വാക്യം എഴുതുക. ഓപ്ഷൻസ്. ഒന്നാമത്തെ ഓപ്ഷൻ 2 കൊറിന്തോസ് 13:14. രണ്ടാമത്തെ ഓപ്ഷൻ 2 കൊറിന്തോസ് 3:12. മൂന്നാമത്തെ ഓപ്ഷൻ 2 കൊറിന്തോസ് 13:13. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. 2 കൊറിന്തോസ് 13:14, 2 കൊറിന്തോസ് 3:12, 2 കൊറിന്തോസ് 13:13. 97ാമത്തെ ചോദ്യം. ഡാഷ് വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല. ഡാഷ് വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല. ഓപ്ഷൻസ് സത്യത്തിന്, ദൈവത്തിന്, നീതിക്ക്. സത്യത്തിന്, ദൈവത്തിന്, നീതിക്ക്. ചോദ്യം 98. നഗരത്തിൽ വെച്ചും ഡാഷ് കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു. ഓപ്ഷൻസ് മരുഭൂമിയിൽ വെച്ചും, വിജനപ്രദേശത്ത് വെച്ചും, കടൽ തീരത്ത് വെച്ചും. മരുഭൂമിയിൽ വെച്ചും, വിജനപ്രദേശത്ത് വെച്ചും, കടൽ തീരത്ത് വെച്ചും. ചോദ്യം 99. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം ഡാഷ് സഹായിക്കുന്നത്, വിളിക്കുന്നത്, സ്നേഹിക്കുന്നത്. സന്തോഷപൂർവ്വം നൽകുന്നവനാണ് ദൈവം ഡാഷ് വിളിക്കുന്നത്, സഹായിക്കുന്നത്, സ്നേഹിക്കുന്നത്. ചോദ്യം 100. ലൗകികമായ ദുഃഖം ഡാഷിലേക്ക് നയിക്കുന്നു. ഓപ്ഷൻസ് മരണത്തിലേക്ക്, നിരാശയിലേക്ക്, അലസതയിലേക്ക്. ചോദ്യം 100. ലൗകികമായ ദുഃഖം ഡാഷിലേക്ക് നയിക്കുന്നു. ഓപ്ഷൻസ് മരണത്തിലേക്ക്, നിരാശയിലേക്ക്, അലസതയിലേക്ക്.
ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 70. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മോശ. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശത്രു. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 8 വർഷം. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 70. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മോശ. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശത്രു. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 8 വർഷം. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 18 വർഷം. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 600 ഫിലിസ്തീനെ. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 80 വർഷം. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 8 വർഷം. ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏഹൂദ്. പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 10,000-ഓളം. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 80. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 4. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഗിദെയോൻ. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 40. ചോദ്യങ്ങൾ സ്പീഡ് കൂടുതലാണ്. ഓഡിയോ കേട്ടിട്ട്, വീഡിയോയുടെ ഓഡിയോ അതായത് സൗണ്ട് കേട്ടിട്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള പേപ്പറിലേക്ക് പടപടപടാന്ന് ശരിയിട്ട് പോവുക. 14ാമത്തെ ഉത്തരം 40. 15ാമത്തെ ഉത്തരം സെബുലൂൺ. 16ാമത്തെ ഉത്തരം ജായേൽ. 17ൻ്റെ ഉത്തരം 40. 18ൻ്റെ ഉത്തരം 7. 19ൻ്റെ ഉത്തരം 100. 20ൻ്റെ ഉത്തരം വടക്ക്. 21ൻ്റെ ഉത്തരം 300. 22ൻ്റെ ഉത്തരം ഗിദെയോൻ. 23ൻ്റെ ഉത്തരം 100 പേരും. 24ൻ്റെ ഉത്തരം 1700 ഷെക്കൽ. 25ൻ്റെ ഉത്തരം 1,20,000 പേർ. 26ൻ്റെ ഉത്തരം അസ്താർത്തെ, ഒന്നാമത്തെ ഓപ്ഷൻ അസ്താർത്തെ. 27ൻ്റെ ഉത്തരം 1. 28ൻ്റെ ഉത്തരം ഗിദെയോൻ. 29ൻ്റെ ഉത്തരം ഷെക്കേം. 30ൻ്റെ ഉത്തരം ഇസ്രായേൽ. 31ൻ്റെ ഉത്തരം 70. 32ൻ്റെ ഉത്തരം ഷെക്കേം. 33ൻ്റെ ഉത്തരം 4. 34ൻ്റെ ഉത്തരം 3 ഗണമായി. 35ൻ്റെ ഉത്തരം അനേകം. 36ൻ്റെ ഉത്തരം ഗിലെയാദിൽ. 36 ഗിലെയാദിൽ. 37ൻ്റെ ഉത്തരം 70. 38ൻ്റെ ഉത്തരം 23. 39ൻ്റെ ഉത്തരം 3. 40ൻ്റെ ഉത്തരം 18. 41ൻ്റെ ഉത്തരം കൊലപാതകിയാണ്. 42ൻ്റെ ഉത്തരം പാവങ്ങളെ. 43ൻ്റെ ഉത്തരം പ്രത്യാശ. 44ൻ്റെ ഉത്തരം കാറ്റിനെ. 45 ധാന്യബലി. 46 സന്തോഷത്തോടെ. 47 7. 48 മഴക്കാർ. 49 ദുഃഖം. 50 ആഗ്രഹങ്ങൾക്കും. 51 ഭാര്യ. 52 സന്തോഷത്തിൽ. 53 യുദ്ധം. 54 ഉപദേശകനെ. 55 നന്ദിയെ. 56 ഒട്ടി നിൽക്കുക. 57 7. 58 ഹൃദയത്തിൽ. 59 ഭാഗ്യവാൻ. 60 ഭക്ഷണത്തിൽ. 61 അമിതഭോജനം. 62 കർത്താവാണ്. 63 പ്രാർത്ഥിക്കുക. 64 മരിച്ചവൻ. 65 മുട്ടിടുവിൻ. 66 സുബോധം. 67 ദൈവകരം കൊണ്ട്. 68 കാക്കകൾക്ക്. 69 ലൂക്കാ 10. 70 ബെത്സൈദ. 71 2. 73 മറിയം. 74 ദൈവത്തിൻ്റെ ദൂതന്മാരുടെ. 73 ദൈവത്തിൻ്റെ ദൂതന്മാരുടെ. 74 അവനോട് കരുണ കാണിച്ചവൻ. 75 ധനത്തെയും. 76 ലൂക്കാ 11. 77 സ്വർഗത്തിൽ. 78 അന്ത്യോക്യായിൽ. 79 എൻ്റെ നാമത്തിൽ. 80 സ്വർഗത്തിൽ നിന്ന്. 81 സ്വർഗരാജ്യത്തിന്. 82 സാത്താൻ. 83 വെളിച്ചം. 84 കുരുവികളേക്കാൾ. 85 മരണത്തിലേക്ക്.
86 ക്ലേശങ്ങളുടെ, 87 കൊറിന്തോസുകാരോട്, 88 ഭോഷത്വം, 89 3 90 അശക്തം, 91 എണ്ണമറ്റ വിധം, 92 അരേത്താസ് രണ്ടാമത്തെ ഓപ്ഷൻ, 93 കൊറിന്തോസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി, 94 ദുർബലനല്ല, 95 ക്രിസ്തുവിൻ്റെ, 96 2 കൊറിന്തോസ് 3:13, 97 സത്യത്തിന്, 98 വിജനപ്രദേശത്ത് വെച്ചും, 99 സ്നേഹിക്കുന്നത്, 100 മരണത്തിലേക്ക്. സ്പീഡ് കൂടി പോയി. എന്നാൽ ആ ഉത്തരങ്ങളുടെ പോർഷൻ എടുത്തിട്ട് പോസ് ചെയ്ത് പോന്നാലും കുഴപ്പമില്ല കേട്ടോ.